ഹായ് ഗൈസ്, ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് ഓസ്ട്രേലിയൻ മെയ്ഡ് പിസ്സ ബാലറ്റിലേക്ക് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടുന്ന ഇമി അക്കൗണ്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക ഹോം അഫയേഴ്സ് ഓസ്ട്രേലിയ എന്ന്. നമുക്ക് ഹോം അഫയേഴ്സ് ഓസ്ട്രേലിയ എന്നുള്ള അതിലേക്ക് കൊടുക്കുക. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം നമുക്ക് കാണുന്നത് തന്നെ അവരുടെ മെയിൻ വെബ്സൈറ്റാണ്. അതിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുക. അതിൽ എൻ്റർ ചെയ്തതിന് ശേഷം ഈ പേജാണ് അവരുടെ വെബ്സൈറ്റ്. അതിൻ്റെ അടുത്ത് തന്നെ മിമി അക്കൗണ്ട് എന്ന് ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. അന്നേരം ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. അതിനകത്ത് ഏറ്റവും താഴെ ലോഗിൻ, ഇപ്പോൾ നമ്മൾ അതിലോട്ട് ലോഗിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ അക്കൗണ്ട് വേണം. അതുകൊണ്ട് നമ്മൾ ആദ്യമേ ക്രിയേറ്റ് ചെയ്യുകയാണ്. താഴെ നമുക്ക് ക്രിയേറ്റ് അക്കൗണ്ട് ഉണ്ട്. അന്നേരം ഫസ്റ്റിൽ തന്നെ കാണാം സ്റ്റെപ്പ് 4 ഉള്ളത്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക എന്നുള്ളതാണ്. ഇമെയിൽ അഡ്രസ്സിൽ വെരിഫിക്കേഷൻ കോഡ് വരും. അതുകൊണ്ട് ഇമെയിൽ അഡ്രസ്സ് നമ്മൾ പുതിയത് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ മുമ്പേ ഇട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. അതിൽ OTP പോലെ ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. ജസ്റ്റ് ഇമെയിൽ കൊടുത്തതിന് ശേഷം ജസ്റ്റ് സെൻഡ് വെരിഫിക്കേഷൻ കോഡ് കൊടുക്കുക. അന്നേരം വെരിഫിക്കേഷൻ കോഡ് മെയിലിൽ വന്നിട്ടുണ്ടായിരിക്കും. നമ്മളത് OTP പോലെ നമ്മൾ കൊടുക്കുക. നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. അന്നേരം നമ്മളിപ്പോൾ ഓൾറെഡി 3rd സ്റ്റെപ്പിലെത്തി. ഇതിനകത്ത് നമ്മുടെ ഫാമിലി നെയിം എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് നെയിമാണ്. ലാസ്റ്റ് നെയിം കൊടുക്കുക. പിന്നെ നമ്മുടെ ഗിവൺ നെയിം എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് നെയിം. നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുക. മൊബൈൽ നമ്പർ നമുക്ക് സെക്യൂർ ആക്കണമെങ്കിൽ 2 മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ ഒരെണ്ണം കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഞാനിത് റാൻഡം നമ്പർ കൊടുക്കുകയാണ്. കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ചെയ്യുക. അന്നേരം ഇനി പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് കാണിക്കുന്നത്. അതിൻ്റെ അകത്ത് അവർ പറയുന്ന റൂൾസ് അനുസരിച്ച് ഡോട്ടഡ് 4 പോയിൻറ്റ്സ് കൊടുത്തേക്കുന്നതിനനുസരിച്ച് നമ്മൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ സീക്രട്ട് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഉണ്ട്. അത് നമുക്ക് ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുക, അതിൻ്റെ ആൻസർ സെലക്ട് ചെയ്യുക. 3 നമ്മൾ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് 3 നമുക്ക് ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുക. അത് ഫേവറേറ്റ് മൂവിയോ അത് ഫേവറേറ്റ് ആനിമലോ അങ്ങനെയൊക്കെ ഓക്കെ. അത് നമ്മൾ കൊടുത്തതിന് ശേഷം ആൻസറും കൊടുത്തതിന് ശേഷം ഇതെല്ലാം എഗ്രി ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്ത് അന്നേരം നമ്മൾ പാസ്വേഡ് ഒത്തിരി ഷോർട്ടാണ്. അതുകൊണ്ട് നമ്മൾ 14 ഡിജിറ്റ് തന്നെ ആഡ് ചെയ്താലേ പറ്റും. നമ്മൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മിനിമം അവർക്ക് 14 ഡിജിറ്റെങ്കിലും വേണം. അങ്ങനെ 14 ഡിജിറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ലോഗിൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ആക്കിയിരിക്കുന്നു. അതിനകത്ത് നമ്മൾ പിന്നെയും കണ്ടിന്യൂ കൊടുക്കും. അന്നേരം അവർ റീഡയറക്റ്റ് ചെയ്ത് നമ്മളെ ഈ അക്കൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നു. അന്നേരം ഇതുവരെ നമ്മൾ റിസൾട്ട് ഫൗണ്ട് എന്ന് പറയുന്നത് ന്യൂ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ ആപ്ലിക്കേഷൻ ഒന്നും കൊടുത്തിട്ടില്ല. അതിനകത്ത് ഇനി നമ്മൾ ന്യൂ ആപ്ലിക്കേഷനാണ്. നമ്മൾ ഇനി ഓസ്ട്രേലിയൻ പരമായിട്ടുള്ള വിസയ്ക്ക് ഏതിനും ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട അക്കൗണ്ട് വഴി ആപ്ലിക്കേഷൻ മൂവ് ചെയ്യേണ്ട രീതി. നമ്മളിത് മെയ്ഡ്സ് വിസയുടെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് മെയ്ഡ്സ് വിസയിൽ നമുക്ക് വിസ പ്രീ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷനകത്ത് രജിസ്ട്രേഷൻ മെയ്ഡ്സ് കാണാം. അത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അവരുടെ അടുത്ത പേജിലേക്ക് രജിസ്ട്രേഷൻ ഫോം നമുക്ക് കാണാം. മെയ്ഡ്സിൻ്റെ രജിസ്ട്രേഷൻ ഫോം അത് നമുക്ക് ഓവറോൾ മൊത്തത്തിൽ ഒന്ന് ജസ്റ്റ് നോക്കി പോവാം. ജസ്റ്റ് നമ്മളെല്ലാം എഗ്രി ചെയ്യേണ്ടതാണ്. അത് സീനൊന്നുമില്ല, അത് ജസ്റ്റ് വായിച്ചിട്ട് പോവാം. ഫാമിലി നെയിം ഫസ്റ്റ് നെയിം കൊടുക്കുക. ഫാമിലി നെയിം എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് നെയിമാണ് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് കൊടുത്തു പോവുക. ഡേറ്റ് ഓഫ് ബർത്ത്, പാസ്പോർട്ട് നമ്പർ, കൺട്രി ഓഫ് പാസ്പോർട്ട് മീൻസ് നമ്മുടെ ഇന്ത്യയുടെ മെയ്ഡ്സ് നമുക്ക് ചില കൺട്രീസിലേ അലൗഡ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇന്ത്യ പാസ്പോർട്ട് തന്നെ വേണം ഇതിന് അപ്ലൈ ചെയ്യാൻ. അതുകൊണ്ട് നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ട് തന്നെ ഉണ്ടെങ്കിൽ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. പാസ്പോർട്ട് നമ്പർ, ഇന്ത്യൻ ഡേറ്റ് ഓഫ് ഇഷ്യൂ എല്ലാം നമ്മൾ ടൈപ്പ് ചെയ്യുക. ഇമെയിൽ അഡ്രസ്സ് നമ്മൾ മുമ്പേ കൊടുത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും അതിനെ സെലക്ട് ചെയ്യാൻ എലിജിബിലിറ്റി, ഏരിയ ഓഫ് സ്റ്റഡിയും നമ്മൾ ഇതെല്ലാം ടിക്ക് ചെയ്യേണ്ടതാണ്. ഡിക്ലറേഷൻ ഫുള്ള് ഇത് നമ്മൾ ഫുൾ പേയ്മെൻറ്റ് ഉൾപ്പെടെ ചെയ്യുന്ന ഒരു വീഡിയോ നമുക്ക് ഇതിൻ്റെ
അപ്ലോഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ.